വധശ്രമ കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ പി ജയരാജൻ തനിക്ക് നീതി ലഭിച്ചില്ല, കോടതി നീതീകരിക്കാനാവാത്ത ധൃതി കാണിച്ചു, മറ്റൊരു ബെഞ്ചിലേക്ക് മാറേണ്ട കേസ് ധൃതിപ്പെട്ട് പരിഗണിച്ചുവെന്നും ആക്ഷേപം. ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതെ നീതി ലഭ്യമാക്കാനുള്ള ബാധ്യത ന്യായാധിപന്മാർക്കുണ്ടെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഫേസ്ബുക്കിൽ അദ്ദേഹം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് പി ജയരാജന്റെ കിഴക്കേക്കതിരൂരിലുള്ള വീട്ടിൽ കയറി അക്രമി സംഘം ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ വധശ്രമ കേസിൽ നേരത്തെ പ്രതിപട്ടികയിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 6 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചു. അതിന്മേൽ പ്രോസിക്യൂഷന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും അപ്പീലുകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിൽ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളിൽ 5 പേരെയും വിട്ടയച്ചു. ഒരാളെ മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഈ കാര്യത്തിലാണ് പി ജയരാജൻ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് ഇക്കാര്യത്തിൽ നീതി ലഭ്യമായില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. നേരത്തെ തന്നെ ഈ കേസ് പരിഗണിച്ചിരുന്ന ബെഞ്ചിനെതിരായ പരാതിയും ചീഫ് ജസ്റ്റിസിന് നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ അത് പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് ഇത് അവധിക്ക് വെച്ച് ഹൈക്കോടതി അവധിയിലേക്ക് പോകുമ്പോൾ ബെഞ്ച് മാറേണ്ടതാണ്. ബെഞ്ച് മാറ്റം ആവശ്യപ്പെട്ടിരുന്നു. അതിനൊരു സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സാധ്യത ആ ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു, അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ കോടതിയും അത് ധൃതിപ്പെട്ട് വെക്കേഷന് പോകുന്നതിന് മുൻപ് ധൃതിപ്പെട്ട് ഈ കേസ് പരിഗണിച്ചു. ഭാഗികമായി കേൾക്കാത്ത വാദം ഭാഗികമായി കേട്ടുവെന്ന് രേഖപ്പെടുത്തി. അങ്ങനെയാണ് പിന്നീട് വെക്കേഷന് ശേഷവും അതേ ബെഞ്ചിൽ തന്നെ കേസ് പരിഗണിക്കപ്പെട്ടത്. അതായത് ഈ ന്യായാധിപന്റെ ഭാഗത്ത് നിന്ന് ആ ബെഞ്ചിൽ തന്നെ കേസ് പരിഗണിക്കാനുള്ള ധൃതി ഉണ്ടായി എന്ന വിമർശനമാണ്, അതായത് ഹൈക്കോടതിക്കെതിരായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. ഈ ന്യായാധിപന്മാർ പല പ്രലോഭനങ്ങൾക്കും വശംവദരാകുന്നുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും രാജ്യത്തുണ്ട്. അങ്ങനെ ഈ ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതിരിക്കേണ്ട ബാധ്യത ന്യായാധിപന്മാർക്കുണ്ട് എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇര എന്ന നിലയ്ക്ക് തനിക്ക് നീതി ലഭ്യമായില്ല, ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന മറ്റ് നിയമപരമായ കാര്യങ്ങൾ ചെയ്യും. ഈ ഇങ്ങനൊരു വിധി വന്നതിൽ അമ്പരപ്പ് പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ അക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കോടതിയെ വിമർശിക്കുന്നു, ഒപ്പം മറ്റ് നിയമസാധ്യതകൾ പരിശോധിക്കും എന്നുകൂടി പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വെക്കുകയാണ്. പ്രവിധ, വധശ്രമ കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.